സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്യാം. ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. ശ്രീ ഗണപതി നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ സരസ്വതിയേ നമഃ. അരണ്യത്രാണൈക പ്രവണഹൃദയേ ദേവീ ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാം ആചര്യാദിനുപമ മനോരോഗശമന പ്രവീണാം വാണിം സത്പ്രകരപരമാഹ്ലാദജനനീ ശ്രീ കേരളത്തിലായ നമഃ. ശ്രീ മുരളിക്കരമേ നമഃ. ശ്രീ ചോദാനിക്കരമേ നമഃ. ശ്രീ കൊടുങ്ങല്ലൂരമേ നമഃ. ശ്രീ ലോകാംബികാദേവി നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗന്ധർവസ്വാമി ശരണം. ശ്രീമദ് മഹാഭാഗവതം ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധം 19 അധ്യായമാണ് നമ്മൾ ഇന്ന് കാണാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 വാക്ക് പറഞ്ഞിട്ട് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒട്ടനവധി ഭാഗവത സപ്താഹങ്ങളും പുരാണങ്ങളും പഠിക്കുകയും വർഷങ്ങളായിട്ട് കേൾക്കുകയും പാരായണം ചെയ്യുകയും അത്ര തന്നെ അനുഭവ സമ്പത്തും അറിവും എല്ലാം തന്നെ ഉള്ള ആളുകളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവ സമ്പത്തിന്റെയും അറിവിന്റെയും ഭക്തിയുടെയും മുന്നിൽ സാഷ്ടാംഗം ഞാൻ പ്രണമിക്കുന്നു. എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഏതാനും വാക്കുകൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഗന്ധർവസ്വാമിയുടെ അനുഗ്രഹത്തിൽ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. ഭാഗവതം 335ഓളം അധ്യായങ്ങളാൽ രചിക്കപ്പെട്ടിട്ടുള്ള മഹത് ഗ്രന്ഥം നമുക്ക് ലഭിച്ചിട്ട് ഏതാണ്ട് 5000-ൽ പരം വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ചിട്ടുള്ള ശ്രീമദ് ഭാഗവതം ഇന്ന് 2015 നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതിനുള്ള പ്രാധാന്യവും പ്രാമുഖ്യവും ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ പ്രാധാന്യം കൂടി വരുന്നതായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ്? ഭാരതത്തിൽ നമുക്ക് ഒട്ടനവധി പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും എല്ലാം ലഭ്യമായിട്ടുള്ളതായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഭാഗവതത്തിന് ഈ പുരാണങ്ങളിലെല്ലാം ഉപരിയായി ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭിക്കാനുള്ള ഒരു കാരണം ഭാഗവത ശ്രോതാക്കളായിട്ടുള്ള നമ്മളെല്ലാവരും തന്നെ അവശ്യം അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഋഷീശ്വരന്മാർ ഈ പ്രപഞ്ചത്തെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ടിയിരിക്കുന്നു. ഋഷീശ്വരന്മാർ പറയുന്നത്, പ്രപഞ്ചവും കാലത്തെ പറ്റി പറയുന്നത് ഒരു വൃത്തം പോലെയാണ് എന്നാണ്. അപ്പൊ എന്താണ് ഒരു വൃത്തം? മനസ്സിൽ നമ്മൾ ഒരു പൂർണ്ണ വൃത്തം വരച്ചു നോക്കുക. പൂർണ്ണ വൃത്തം വരച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചോദിക്കുക, ഈ വൃത്തത്തിന്റെ തുടക്കം എവിടെയാണ്? നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ ആ വൃത്തത്തിന്റെ ഒടുക്കം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പം ഇതുപോലെ തന്നെയാണ് പ്രപഞ്ചവും കാലത്തിന്റെയും കാര്യം. ഒരു വൃത്തം പോലെയാണ്. അതിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല. അത് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കാലത്തിന് കാലചക്രം എന്ന് പറയപ്പെടുന്നത്. ഒരു വൃത്ത ആകൃതിയിൽ എന്നുള്ള ഒരു അർത്ഥം വരത്തക്ക രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ ഋഷീശ്വരന്മാർക്ക് അവർക്കുണ്ടായിട്ടുള്ള ശ്രുതിയിൽ നിന്നും അതിലൂടെ അവർ നടത്തിയ സ്തുതികളിൽ നിന്നും അവർ വേദസംഹിതകൾ ഉണ്ടാക്കുകയുണ്ടായി. എന്തുകൊണ്ട് വേദസംഹിതകൾ ഉണ്ടാക്കി?
വേദസംഹിതകൾ ഋഷീശ്വരന്മാർ ഉണ്ടാക്കുമ്പോൾ അവർ മനസ്സിലാക്കിയ മാനവരാശിക്ക് ജീവൻ മുക്തിക്ക് വേണ്ടിയിട്ടുള്ള ധർമ്മം ആചരിക്കാനുള്ള വഴികൾ എന്ന് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ വേദസംഹിതകളിൽ കൂടി മാനവരാശിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഋഷീശ്വരന്മാർ ഈ വേദസംഹിതകളെല്ലാം രചിക്കപ്പെട്ടത്. പക്ഷെ അവർക്ക് തന്നെ മനസ്സിലായി വേദസംഹിതകളിൽ കൂടെ എല്ലാവർക്കും ഈ ഒരു ജ്ഞാനം ലഭിക്കണമെന്നില്ല, ഈ ഒരു അറിവ് ലഭിക്കണമെന്നില്ല. ഋഷീശ്വരന്മാർ മനുഷ്യരെയും മാനവരാശിയെയും കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ, തങ്ങളെ പോലുള്ള മനുഷ്യരെ കുറിച്ച് തന്നെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവർ ആദ്യം കരുതിയത് മനുഷ്യൻ എന്ന് പറയുന്ന ആളുകൾ, മനുഷ്യർ, ഈ നാം കാണുന്ന ശരീരം, ആഹാരം കഴിക്കുന്ന, വ്യായാമം ചെയ്ത് നമ്മൾ പരിപാലിച്ചു പോകുന്ന ഈ ശരീരം മാത്രമാണ് മനുഷ്യൻ എന്നുള്ളതാണ്. അങ്ങനെ അവർ മനസ്സിലാക്കി ഇത് ശരീരമല്ല. കൂടുതൽ പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ശരീരത്തിൽ നിന്ന് മാത്രം മനുഷ്യൻ ഒരിക്കലും ശരീരം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെ ഇരുന്നേനെ. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനാവുന്നത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരീരത്തിന് ഉപരിയായിട്ട് എന്തോ ഒരു സാധനങ്ങളുണ്ട്, അതിന് അവർ മനസ്സ് എന്ന് അവർക്ക് മനസ്സിലായി. ആ ശരീരത്തിന്റെ കൂടെ മനസ്സ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ശരീരവും മനസ്സും കൂടി ചേരുന്നതാണ് മനുഷ്യൻ എന്ന് മനസ്സിലാക്കി ഋഷീശ്വരന്മാർ അവരുടെ ചിന്താധാര മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അവർക്ക് പിന്നെയും സംശയമായി. ശരീരവും മനസ്സും മാത്രമാണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് ഈ മനസ്സിൻ്റെതായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാനും മനസ്സിനെ അതിൻ്റെതായിട്ടുള്ള സ്ഥിതിയിൽ നിലനിർത്താനും സഹായിക്കുന്ന ഏതോ ഒരു ശക്തി ഉണ്ടാവേണ്ടതല്ലേ? ആ ശക്തി എന്നാൽ എന്താണ്? അപ്പോ ആ ശക്തി, അങ്ങനെ ഒരു ശക്തി ഉണ്ടോ? അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് എന്താണ്? അതിന്റെ ചിന്തയുടെ ഉത്തരമായി അവർക്ക് മനസ്സിലായി, മനുഷ്യരിൽ ശരീരവും മനസ്സിനും ഉപരിയായി ഒരു ചൈതന്യം വസിക്കുന്നു. മനുഷ്യന് ശരീരവും മനസ്സും ചൈതന്യവും എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷെ ഇത് എല്ലാ മനുഷ്യരും മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ മനുഷ്യർക്കും ചിലപ്പോൾ അറിയായിരിക്കും, നമുക്കെല്ലാം അറിവുണ്ട്. പക്ഷെ നമ്മൾ ആ അറിവിനെ വിജ്ഞാനത്തിന്റെ ഉയർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഇംഗ്ലീഷിൽ പറയും വിസ്ഡം എന്ന് പറയും, അതേപോലെ തന്നെ നോളജ് എന്ന് പറയും. There is knowledge and also wisdom. നമുക്ക് അറിവുണ്ട്, പക്ഷെ എത്രത്തോളം നമ്മൾ ആ അറിവ് ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് നമ്മൾ അത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇത് ഋഷീശ്വരന്മാർ അന്ന് തന്നെ അവരുടെ കാഴ്ചപ്പാടുകളിലൂടെ അവർക്ക് മനസ്സിലായി. അപ്പൊ ഈ ഒരു വ്യത്യാസം മനുഷ്യരിലുണ്ട്. ജ്ഞാനം നേടിയവരും ജ്ഞാനം നേടാത്തവരും, അറിവുള്ളവരും ജ്ഞാനമുള്ളവരും. അപ്പൊ ആ ജ്ഞാനമുള്ളവരുടെ വ്യത്യാസമില്ലേ? അങ്ങനെ നാലാമതായി ഒരു സാധനം കൂടി മനുഷ്യനിലുണ്ട് എന്ന് ഋഷീശ്വരന്മാർ മനസ്സിലാക്കി. ശരീരം, മനസ്സ്, ചൈതന്യം, ജ്ഞാനം. ഈ 4 കാര്യങ്ങളുള്ള മനുഷ്യനിൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ? ആ അവസ്ഥയ്ക്ക് ഋഷീശ്വരന്മാർ കൊടുത്ത ഒരു വിശദീകരണമാണ് ആനന്ദമയം, ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഡിവിനിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പൊ ഈ ഇങ്ങനെ 5 അവസ്ഥകളുള്ള മനുഷ്യന്, 5 കോശങ്ങളുള്ള മനുഷ്യന് ഋഷീശ്വരന്മാർ ഈ 5 കോശങ്ങളിൽ കൂടി മനുഷ്യരാശിയെ, മാനവരാശിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ ഈ മാനവരാശിക്ക് ഈ 5 കോശങ്ങളെയും ഉദ്ബോധിപ്പിക്കാനായി അവർക്ക് 5 കോശങ്ങൾക്കും ധർമ്മങ്ങൾ ഉണ്ടാക്കണമെന്ന് അവർ മനസ്സിലാക്കി. ഈ 5 കോശങ്ങൾക്ക് വേണ്ടിയുള്ള ധർമ്മങ്ങൾ അവർ ഉണ്ടാക്കിയതാണ് ഈ വേദസംഹിതകളിൽ നമ്മൾ കാണുന്നത്. 5 കോശങ്ങൾ ഏതൊക്കെയാണ്? അന്നമയ കോശം ശരീരം, നമ്മുടെ മനോമയ കോശം മനസ്സ്, പ്രാണമയ കോശം ചൈതന്യം, വിജ്ഞാനമയ കോശം ജ്ഞാനം, ആനന്ദമയ കോശം ആനന്ദമായ അവസ്ഥ, പരമാനന്ദമായ അവസ്ഥ, ജീവാത്മാവ് പരമാത്മാവുമായി ഒന്നിച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ഞാൻ എന്ന ഭാവം തീർത്തുമില്ലാതെ ഞാൻ യഥാർത്ഥത്തിലുള്ള ഞാൻ ആരാണെന്നും തിരിച്ചറിവിലൂടെ എന്നെ ഞാനെന്ന് മനസ്സിലാക്കി ഉണ്ടാകുന്ന ഒരവസ്ഥ, പരമമായിട്ടുള്ള പരമാനന്ദത്തിലുള്ള അവസ്ഥ. അങ്ങനെ ഈ 5 കോശങ്ങൾക്കുള്ള ധർമ്മം മനസ്സിലാക്കിയപ്പോൾ ഋഷീശ്വരന്മാർ വേദങ്ങളിലൂടെ ആ ധർമ്മങ്ങൾ ഉണ്ടാക്കിയുണ്ടായി. പക്ഷേ കാലചക്രം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞു പോകുമ്പോൾ ഈ വേദസംഹിതകളിൽ ജ്ഞാനികളല്ലാത്ത അല്പജ്ഞാനികളായിട്ടുള്ള മനുഷ്യർക്ക്
മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ട് വന്നു. അങ്ങനെ ദ്വാപരയുഗത്തിന്റെ അവസാന കാലത്ത് പരാശര മുനിയുടെ മകനായി കൃഷ്ണദ്വൈപായനൻ എന്ന ഒരു മുനികുമാരൻ ജനിക്കുകയുണ്ടായി. ആ കൃഷ്ണദ്വൈപായനൻ എന്ന മുനികുമാരനാൽ ഈ വേദസംഹിതകളെ 4 തരംതിരിക്കപ്പെട്ടു. ഋക്, യജുർ, സാമ, അഥർവ വേദം. 4 വേദങ്ങൾ അങ്ങനെ തരംതിരിക്കപ്പെട്ടു. ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് 4 വേദങ്ങൾ എന്ന് പറയുന്നത് 4 പടവുകളുള്ള ഒരു കുളം പോലെയാണ്. ഏത് പടവിൽ കൂടെ ഇറങ്ങിയാലും അതേ കുളത്തിൽ തന്നെ എത്തും. ചിലർക്ക് കർമ്മമാർഗമായിരിക്കും, ചിലർക്ക് ജ്ഞാനമാർഗമായിരിക്കും, ചിലർക്ക് ഭക്തിമാർഗമായിരിക്കും. പക്ഷെ എല്ലാ മാർഗങ്ങളും ചെന്നെത്തുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ്. അപ്പൊ മാർഗം പ്രധാനമല്ല, ലക്ഷ്യമാണ് പ്രധാനം. അങ്ങനെ 4 തരംതിരിക്കപ്പെട്ട വേദങ്ങൾ കൃഷ്ണദ്വൈപായനൻ എന്ന ആ മഹർഷിക്ക് വേദവ്യാസൻ എന്നുള്ള പേരും ലഭിക്കുകയുണ്ടായി. വേദവ്യാസൻ മാനവരാശിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുകയുണ്ടായത്. പക്ഷെ അദ്ദേഹത്തിന് ആ വേദങ്ങൾ തരംതിരിച്ചിട്ടൊന്നും മനസ്സമാധാനം കിട്ടിയില്ല. ഇത് പോരാ, ഇത്രയൊന്നും പോരാ. മനുഷ്യനെ അവന്റെ ജ്ഞാനതലത്തിലേക്ക് ഉയർത്താനായിട്ട് ഇത്രയും ഒന്നും ചെയ്താൽ പോരാ. നമ്മൾ ഇപ്പോഴും മനുഷ്യൻ അപ്പോഴും ശരീരവും മനസ്സും എന്നുള്ള നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. ജ്ഞാനത്തിന്റെ ലെവലിലേക്ക് മുകളിലോട്ട് കയറുന്നില്ല. അപ്പൊ ജ്ഞാനത്തിന്റെ ലെവലിലേക്ക് മുകളിലോട്ട് കയറണമെങ്കിൽ വേദവ്യാസൻ കരുതി ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നാലേ നിവൃത്തിയുള്ളൂ. വേദങ്ങളുടെ തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ താഴോട്ട് വരാൻ സാധിക്കില്ല എന്ന് രമണ മഹർഷി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. രമണ മഹർഷി ഈ 5 കോശങ്ങളും സാധിച്ചിട്ടുള്ള പരമമായ ആനന്ദത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. രമണ മഹർഷി അവസാന കാലത്ത് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, ഐ ഹാവ് പെയിൻ ബട്ട് നോ സഫറിംഗ്. എനിക്ക് വേദനയുണ്ട്, പക്ഷെ അതിൻ്റെതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. അദ്ദേഹത്തിന് മനസ്സും ഉണ്ടായിരുന്നു, ശരീരവും ഉണ്ടായിരുന്നു. പക്ഷെ ആ മനസ്സും ശരീരവും എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ജ്ഞാനബോധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ ജ്ഞാനബോധത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടാവുന്ന വേദന അദ്ദേഹത്തെ ഒരു തരത്തിലും വേദനിപ്പിക്കുന്നില്ല. കാരണം ശരീരത്തിന് അനുഭവിക്കുന്ന വേദനയാണ് അത്. എന്നിലെ ഞാൻ അതൊരിക്കലും അത് അറിയുന്നില്ല എന്ന് മനസ്സിലാക്കി ആ രമണ മഹർഷി, അതേപോലെ തന്നെ ഋഷീശ്വരന്മാരെല്ലാം തന്നെ മനസ്സിലാക്കി. വേദവ്യാസൻ ഇത് മനസ്സിലാക്കി സാധാരണ മനുഷ്യരുടെ തലത്തിലേക്ക് ഇറങ്ങി വരാൻ വേദസംഹിതകൾ വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒരു താഴ്ന്ന മനുഷ്യർക്ക് മനസ്സിലാവുന്ന തലത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കി പുരാണങ്ങൾ എല്ലാം എഴുതപ്പെട്ട് ഒട്ടനവധി പുരാണങ്ങൾ വേദവ്യാസൻ രചിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒന്നും തൃപ്തി വരാതെ മഹാഭാരതം എന്ന മഹാ ഇതിഹാസവും അദ്ദേഹം രചിച്ചു. കൃഷ്ണലീലകളാണ്, കൃഷ്ണനെ പറ്റിയുള്ള കഥകളാണ് മുഴുവൻ ഭാരതത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ സമാധിയിൽ കണ്ണടച്ചിരിക്കുമ്പോൾ ത്രികാലജ്ഞാനിയാണ് വേദവ്യാസൻ. ത്രികാലജ്ഞാനത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹത്തിന് അറിയാം കൃഷ്ണലീലകൾ എഴുതിയാൽ മാത്രമേ ഇത് ഏറ്റവും സരളമായിട്ടുള്ള രീതിയിൽ എളുപ്പം മാർഗമായി ജനങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കൃഷ്ണനെ പറ്റിയുള്ള കഥകൾ എഴുതി ഭാരതം അദ്ദേഹം വളരെ വിശദമായി തന്നെ എഴുതി. അദ്ദേഹം കരുതി ഇനി സമാധാനമായി എന്ന് അദ്ദേഹം സ്വയം വിശ്വസിച്ചു. ജനങ്ങൾക്ക് വേണ്ടതെല്ലാം എത്തി കൊടുക്കാൻ പറ്റി. സനാതനധർമ്മം അനുശാസിച്ചിട്ടുള്ള വേദസംഹിതകളെല്ലാം തന്നെ ഏറ്റവും അതിന്റെ ഗ്രാനുലാർ, ഏറ്റവും മൈന്യൂട്ടസ്റ്റ് ഫോമിൽ സിംപ്ലിഫൈ ചെയ്ത് കോഡിഫൈ ചെയ്താ ഞാൻ എല്ലാ മനുഷ്യർക്കും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സമാധാനിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം കരുതിയെങ്കിലും അദ്ദേഹത്തിന് ഒട്ടും തന്നെ സമാധാനം ലഭിച്ചില്ല. കാരണം ത്രികാലജ്ഞാനിയാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന് അറിയാം ഇത് നാളെ മാനവരാശിക്ക് ഇത് പോരാ, ഇതിലും അപ്പുറം എന്തോ ലഭിക്കാനുണ്ട്. അങ്ങനെ വേദവ്യാസൻ വ്യസനിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നാരദ മഹർഷിയെ കാണുകയും നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ഭാഗവതം എന്ന മഹാഗ്രന്ഥം രചിക്കാനുണ്ടായ സാഹചര്യം ശൗനകാദികളോട് സൂതൻ പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം ആരംഭിക്കുന്നത്. തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഭാഗവതം എത്രത്തോളം മറ്റു പുരാണങ്ങളിൽ നിന്നും മറ്റ് ഇതിഹാസങ്ങളിൽ നിന്നും മറ്റു കഥകളിൽ നിന്നും ഉയർന്നു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തുടക്കം മാത്രമാണ്. ഇത് എവിടെ നിന്ന് തുടങ്ങി, എന്തുകൊണ്ട് ഭാഗവതത്തിൽ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആമുഖം മാത്രമായിരുന്നു നമ്മളിപ്പോ കണ്ടത്.
കലിയുഗത്തിൽ ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം തുടങ്ങുകയായി. കലിയുഗത്തിൽ കലിയുടെ അക്രമങ്ങളെല്ലാം പേടിച്ച് ശൗനകാദികൾ നൈമിഷ ആശ്രമത്തിൽ അവരുടെ യാഗങ്ങളെല്ലാം ചെയ്ത് കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കൽ സൂതൻ അവിടെ വരികയുണ്ടായി. സൂതനെ കണ്ട് ശൗനകാദികൾക്കറിയാം ശ്രീശുദ്ധ മഹർഷിയുടെ ശിഷ്യനാണ് സൂതൻ. അദ്ദേഹത്തെ ആനയിച്ചിരുത്തി വേണ്ട വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ആത്മീയപാതാദികളെല്ലാം ചെയ്ത് പൂജിച്ച് വന്ദിച്ചു. അവരുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ സൂതനോട് ചോദിക്കുകയുണ്ടായി. ഈ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പരമപ്രദമായ നമുക്ക് ജീവൻ മുക്തി നേടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകൃഷ്ണ ലീലകൾ, ശ്രീകൃഷ്ണ അവതാര ഉദ്ദേശം എന്തായിരുന്നു? ശ്രീകൃഷ്ണൻ ദേഹത്യാഗം ചെയ്തു കഴിഞ്ഞ് ധർമ്മം എങ്ങനെ പരിപാലിക്കപ്പെട്ടു? എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്? തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ശൗനകാദികൾ സൂതനോട് ചോദിക്കുകയുണ്ടായി. കാരണം കലികാലം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ സൂതൻ ശൗനകാദികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പറയുന്നതാണ്, ഇതിൽ ഏറ്റവും നല്ലത് ഭാഗവതം എന്ന പഞ്ചാമൃതം സേവിക്കൽ മാത്രമാണ്. അങ്ങനെ ഭാഗവതത്തെ പറ്റി പറഞ്ഞപ്പോൾ ശൗനകാദികൾ വീണ്ടും ചോദിച്ചു, എങ്ങനെയാണ് ഭാഗവതം എഴുതപ്പെട്ടത്? വേദവ്യാസനാൽ എഴുതപ്പെട്ടതാണെന്ന് പറയുന്നു. വേദവ്യാസൻ ഈ വ്യസനിച്ചിരിക്കുന്ന അവസ്ഥയെ വേദസംഹിതകളിൽ ഒന്നും കൂടെയൊന്നും മാനവരാശിക്ക് ഗുണം കിട്ടില്ല എന്ന് കണ്ട് വ്യസനിച്ചിരിക്കുന്ന അവസ്ഥയിൽ നാരദ മഹർഷി വന്ന് വേദവ്യാസനെ കാണുകയും നാരദ മഹർഷി തന്റെ മുജ്ജന്മത്തിലെ കഥ പറഞ്ഞു കൊടുക്കുകയും വേദവ്യാസന് പറഞ്ഞു കൊടുക്കുകയും മുജ്ജന്മത്തിൽ താനൊരു പ്രഭു കുടുംബത്തിലെ ദാസീപുത്രനായ ശൂദ്ര കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു ബാലനായിരുന്നുവെന്നും വളരെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന വ്യക്തിയായിരുന്നുവെന്നും അങ്ങനെ ആ പ്രഭു കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ കാലത്ത് അവിടെ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാനായിട്ട് മഹർഷിമാർ വരികയും അങ്ങനെ അവരെ സേവിക്കാനുള്ള ഒരു ഭാഗ്യം നാരദന് തന്റെ മുജ്ജന്മത്തിൽ കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു 4 മാസം ഈ മഹർഷിമാരോട് കൂടെയുള്ള ജീവിതം കൊണ്ട് ഈ 5 വയസ്സുള്ള ബാലൻ ആകെ മാറിപ്പോയി. ശൂദ്രകുലത്തിലാണ് ജനിക്കുന്നത്. അന്നത്തെ കാലഘട്ടം യാതൊരു തരത്തിലുള്ള പൈതൃകമോ ഈശ്വര ചിന്തയോ ഒന്നും തന്നെ ഇല്ലാതെ ദാസീപുത്രനായിട്ട് ജീവിക്കുന്ന ഒരു ബാലൻ 4 മാസം കൊണ്ട് ഈശ്വരന്റെ സാമീപ്യം, അതാണ് സജ്ജനങ്ങൾ. ഇതാണ് നമ്മൾ കണ്ടുപഠിക്കുന്നത്. സജ്ജനങ്ങളുടെ കൂടെയുള്ള സാമീപ്യം, സജ്ജനങ്ങൾ കൂടെയുള്ള നമ്മൾ വർദ്ധിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ, ആ ഗുണം നാരദ മഹർഷിയിലുണ്ടായി. നാരദന് മഹർഷിമാരുടെ കൂടെ പോകണം എന്നുള്ള ആഗ്രഹം ജനിച്ചു. എന്നാൽ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല, കാരണം അമ്മയുണ്ട്. പക്ഷെ അമ്മ പിൽക്കാലം കുറച്ചു നാൾ കഴിഞ്ഞ് അമ്മ ഒരു പാമ്പ് കടിയേറ്റ് മരിക്കുകയുണ്ടായി. അങ്ങനെ തന്റെ ജീവിതത്തിലെ ബാക്കിയുണ്ടായിരുന്ന ആകെ ഒരു കാര്യവും കഴിഞ്ഞു. അദ്ദേഹം ഈശ്വര ഭക്തിക്ക് വേണ്ടി, ഈശ്വരനെ കാണാൻ വേണ്ടി, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഇറങ്ങി യാത്ര തിരിച്ചു. പക്ഷെ ഈശ്വരനെ അദ്ദേഹം ഒരു കൊള്ളിയാനെ പോലെ തപസ്സനുഷ്ഠിച്ചപ്പോൾ ഒരു കൊള്ളിയാനെ പോലെ കണ്ടു എന്നുള്ളതല്ലാതെ ഈശ്വരനെ മുഴുവനായിട്ട് കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ഒരു അശരീരി ഉണ്ടായത്രേ നാരദ മഹർഷിക്ക്, ഈ ജന്മം നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല, എന്നാൽ നീ അടുത്ത ജന്മം ജനിക്കും, അന്ന് നീ എന്റെ കൂടെ തന്നെ ആയിരിക്കും. അങ്ങനെ നാരദ മഹർഷി തന്റെ മുജ്ജന്മത്തിലെ തന്റെ ശരീരം വെടിയുകയും അടുത്ത ജന്മത്തിൽ അദ്ദേഹം ബ്രഹ്മാവിന്റെ പുത്രനായി, മാനസപുത്രനായി ജനിക്കുകയും ബ്രഹ്മാവിന്റെ പക്കൽ നിന്നും അദ്ദേഹം ഭാഗവതത്തെ പറ്റി മനസ്സിലാക്കുകയും നാരദ മഹർഷി ഈ ബ്രഹ്മാവിൽ നിന്ന് മനസ്സിലാക്കിയ ഭാഗവതം നാരദ മഹർഷി ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്, ഉപദേശിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി ബ്രഹ്മാവിൽ നിന്ന് നാരദന് കിട്ടിയത്, നാരദൻ ഇത് വേദവ്യാസന് ഉപദേശിച്ചു കൊടുത്തു. വേദവ്യാസൻ ഈ ചതുശ്ലോകി ഭാഗവതമായിട്ട് കിട്ടിയ ഭാഗവതം നാരദ മഹർഷി വേദവ്യാസനോട് പറഞ്ഞു, ധൈര്യമായിട്ട് എഴുതി തുടങ്ങുക, ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഈ ചതുശ്ലോകി ഭാഗവതം വെച്ച് കൃഷ്ണലീലകൾ എഴുതി തുടങ്ങുക, അദ്ദേഹത്തിനുള്ള എല്ലാ വ്യസനങ്ങളും ഇതോടുകൂടി തീരുന്നതായിരിക്കും. അങ്ങനെ ഈ ജനങ്ങൾക്ക്, മാനവരാശി ഇന്ന് നേരിടുന്ന എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കി തീർക്കും ഈ ഭാഗവത കഥാമൃതം ജനങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വേദവ്യാസൻ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വേദവ്യാസൻ ഭാഗവതം രചിക്കുകയുണ്ടായി. ഈ ഒരു കഥ സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുത്തു.
അവർ വളരെ സന്തുഷ്ടരായി. അപ്പോൾ അവർക്കറിയണം എങ്ങനെയാണ് ഭാഗവതം തുടങ്ങുന്നത്. വേദവ്യാസൻ ശ്രീസുതൻ പറയുകയുണ്ടായി. വേദവ്യാസൻ പറഞ്ഞു തുടങ്ങുന്നത്, ഭാഗവതം പറഞ്ഞു തുടങ്ങുന്നത് എവിടെയാണോ ഭാരതം നിർത്തിയത്, മഹാഭാരതം എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തന്നെയാണ് കഥ പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്. അതായത് മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് എല്ലാവരും കൊല്ലപ്പെട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ എല്ലാവരും കൗരവപാഠം മുഴുവൻ കൊല്ലപ്പെട്ട് ദുര്യോധനൻ ഭീമസേനനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് തന്റെ തുട കീറി മരണം ആസന്നമായിട്ട് കിടക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ ആണ് മഹാഭാരതം കഴിയുന്നത്. അവിടുന്ന് തന്നെയാണ് ഭാഗവതം വേദവ്യാസൻ പറഞ്ഞു തുടങ്ങുന്നത്. വേദവ്യാസൻ പറയുന്നു, ഇതെല്ലാം കണ്ട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി അശ്വത്ഥാമാവ്, ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി രാത്രി ഇവര് പാണ്ഡവരുടെ മക്കളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന പടകുടീരങ്ങളിൽ ചെന്ന് തീവയ്ക്കുകയുണ്ടായി. വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഈ കൗരവന്മാരെ മുഴുവൻ കൊന്ന വൈരാഗ്യ ബുദ്ധിയോടുകൂടി തീവയ്ക്കുകയുണ്ടായി. ആ തീവയ്ക്കിൽ പാണ്ഡവരുടെ മക്കളെല്ലാം കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ആ വാർത്ത വളരെ സന്തോഷം. അശ്വത്ഥാമാവ് മരിക്കാൻ കിടക്കുന്ന ദുര്യോധനന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ പകരം വീട്ടിയിട്ടുണ്ട്, ഞാൻ എല്ലാ മക്കളെയും, പാണ്ഡവരുടെ എല്ലാ മക്കളെയും ഞാൻ കൊന്നു. ദുര്യോധനൻ പറഞ്ഞു, കഷ്ടം, നീ ഇനിയും പഠിച്ചില്ലല്ലോ, ഇത്രയും നമ്മൾ യുദ്ധം ചെയ്ത് ഇത്രയും നഷ്ടപ്പെട്ടിട്ട് പോലും നീ ഇനിയും പഠിച്ചില്ലല്ലോ, ഇനിയെങ്കിലും നിനക്ക് നന്നായി കൂടെ, എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അങ്ങനെ പറഞ്ഞു വിട്ടു. അശ്വത്ഥാമാവ് അവിടെ നിന്ന് പോയി. ദ്രൗപദി തന്റെ മക്കളെ എല്ലാം നഷ്ടപ്പെട്ടത് അവന് ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി. ആ വിലാപത്തിൽ അർജുനൻ ഉടൻ തന്നെ തന്റെ പേരെടുത്ത് അശ്വത്ഥാമാവിന്റെ പുറകെ പോയി അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ദ്രൗപദിയുടെ മുന്നിലിട്ടു. ഞാൻ ഇപ്പൊ തലയാക്കാൻ പോവുകയാണ്, നമ്മുടെ മക്കളെ കൊന്ന് ഈ അശ്വത്ഥാമാവിനെ ഇപ്പൊ കൊല്ലാൻ പോവുകയാണ്. പാഞ്ചാലി പറഞ്ഞു, വേണ്ട, കൊല്ലേണ്ട കാര്യമില്ല. കാരണം ഈ അശ്വത്ഥാമാവിനെ കൊന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ അനുഭവിക്കുന്ന അതേ വിഷമമായിരിക്കും ദ്രോണരുടെ ഭാര്യയും അനുഭവിക്കുക. അതുകൊണ്ട് കൊല്ലേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, അശ്വത്ഥാമാവ് തന്റെ ഗുരുവിന്റെ പുത്രനാണ്. നിങ്ങളുടെ ഗുരുവിന്റെ, നമ്മുടെ ഗുരു പുത്രനാണ്. ഒരിക്കലും നമ്മൾ ആ പാപം ഏറ്റെടുക്കണ്ട, ബ്രഹ്മഹത്യാ പാപം നമ്മൾ ഏറ്റെടുക്കണ്ട, ഗുരുപുത്രനെ കൊല്ലുന്ന പാപം നമ്മൾ ഏറ്റെടുക്കണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് അശ്വത്ഥാമാവിനെ വെറുതെ വിടാൻ പാഞ്ചാലി പറഞ്ഞു. പക്ഷെ അർജുനൻ അങ്ങനെ വെറുതെ വിടാൻ സാധിച്ചില്ല. കൃഷ്ണൻ ശ്രീകൃഷ്ണനെ എന്ത് കാര്യത്തിലും അർജുനൻ നോക്കുക ശ്രീകൃഷ്ണന്റെ മുഖത്തേക്കാണ്. എന്താണ് ഞാൻ ചെയ്യുക, അടുത്തത് എന്താണ് ചെയ്യുക? ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം തന്റെ അശ്വത്ഥാമാവിന്റെ തലയിലുണ്ടായിരുന്ന രക്തം തന്റെ വാളുകൊണ്ട് വെട്ടി ഒറ്റ വെട്ടിന് അത് ചുരുങ്ങെടുത്ത് അശ്വത്ഥാമാവിനെ പറഞ്ഞു പിടിക്കാനുണ്ടായിരുന്നു. അശ്വത്ഥാമാവ് അങ്ങനെ പോയില്ല. ചില ആളുകൾ അങ്ങനെയാണ്, എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, പിന്നെയും പുറകെ വരും. അങ്ങനെ അശ്വത്ഥാമാവിനെ അവിടെ വെച്ച് പറഞ്ഞുവിട്ടെങ്കിലും ആ പോയ തക്കത്തിന് പഞ്ചപാണ്ഡവരുടെ നേർക്ക് തൊടുത്തു തിരിച്ചെടുക്കാൻ പറ്റാത്ത ബ്രഹ്മാസ്ത്രങ്ങൾ. അശ്വത്ഥാമാവൻ അറിയില്ലല്ലോ ശ്രീകൃഷ്ണൻ ആരാണെന്ന്. പാണ്ഡവരുടെ ചുറ്റും രക്ഷാനിലയമായി നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് ബ്രഹ്മാസ്ത്രം അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? തടുത്തു ശ്രീകൃഷ്ണൻ തന്റെ സുദർശന ചക്രം കൊണ്ട് രക്ഷാനിലയം തീർത്തു. പഞ്ചപാണ്ഡവരുടെ ചുറ്റും ഒറ്റ ബ്രഹ്മാസ്ത്രം പോലും പഞ്ചപാണ്ഡവരെ തൊഴിക്കാൻ സാധിച്ചില്ല, സാധിച്ചു കൊടുത്തില്ല ശ്രീകൃഷ്ണൻ. അശ്വത്ഥാമാവ് അപ്പോൾ പിന്നെയും ദുഷ്ടബുദ്ധി പിന്നെയും ചിന്തിച്ചു, പഞ്ചപാണ്ഡവർ പോയാൽ പോട്ടെ, ഈ കുലത്തിനെ തന്നെ ഇല്ലാതാക്കാൻ അഭിമന്യുവിന്റെ ഉത്തരാദേവിയുടെ ഗർഭത്തിൽ വളർന്നു വരുന്ന അഭിമന്യുവിന്റെ കുഞ്ഞിനെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കാം. തൊടുത്തു, അടുത്ത ബ്രഹ്മാസ്ത്രം തിരിച്ചെടുക്കാൻ കഴിയില്ല, തൊടുത്തു വിട്ടു ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കാൻ. ഉത്തരാദേവി പേടിച്ചു. ബ്രഹ്മാസ്ത്രമാണ് വരുന്നത്. ഓടി നേരെ പോയി ശ്രീകൃഷ്ണന്റെ കാൽക്കൽ വീണു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജയൽപ്പനെ, രണ്ട് കാലുകളും കെട്ടിപ്പിടിച്ചു ഉത്തരാദേവി, എന്നെ രക്ഷിക്കൂ, ഈ വരുന്ന ബ്രഹ്മാസ്ത്രത്തെ തടുക്കൂ. വിലാപീനായ അർജുനുണ്ട്, ധർമ്മപുത്രനുണ്ട്, ഭീമസേനുണ്ട്, ആരുടെ പോയില്ല ഉത്തരാദേവി. ഉത്തരാദേവിക്ക് അറിയാം അവരാരും ശ്രീകൃഷ്ണനോളം വരില്ല. ശ്രീകൃഷ്ണനുള്ളപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ ഏറ്റവും കേവലൻ വീണു ശ്രീകൃഷ്ണന്റെ കാൽക്കലിൽ. ശ്രീകൃഷ്ണൻ ഒരു ചെറുവിരലിന്റെ രൂപത്തിൽ ഉടൻ തന്നെ ചെറുതായി
ഉത്തരാദേവിയുടെ ഗർഭസ്ഥാവസ്ഥയിലേക്ക് കയറി, ഗർഭത്തിലാണ് ഉള്ളിൽ കയറി സുരക്ഷാ വലയം തീർത്തു. തന്റെ ഗർഭസ്ഥാവസ്ഥയിലുള്ള ആ ശിശുവിന്റെ ചുറ്റും സുരക്ഷാ വലയം തീർത്തുകൊണ്ട് വന്ന ബ്രഹ്മാസ്ത്രത്തിനെ തടുത്തു നിന്നു. ശ്രീകൃഷ്ണൻ ചുറ്റും നിന്ന് രക്ഷിക്കാനുള്ളപ്പോൾ ഏത് ബ്രഹ്മാസ്ത്രത്തിനാണ് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയുക? ഉത്തരാദേവിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാവലയത്തിൽ കൊണ്ട് ആ ഒരു കുഞ്ഞിനെ, ഗർഭസ്ഥാവസ്ഥയിലുള്ള ശിശുവിനെ രക്ഷിക്കാനായി ഇതെല്ലാം കണ്ട് കുന്തിദേവി അന്തർവിട്ട് നിൽക്കുകയാണ്. കുന്തിദേവിയുടെ സഹോദരന്റെ പുത്രനാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ എപ്പോഴും അച്ഛമ്മങ്ങളെ അച്ഛമ്മങ്ങളെ എന്നാണ് വിളിക്കുക. അപ്പൊ അച്ഛമ്മങ്ങളെ അച്ഛമ്മങ്ങളെ എന്ന് വിളിച്ചിങ്ങനെ കൃഷ്ണൻ കൂടെ നടക്കുമ്പോൾ കുന്തിദേവി കരുതി, ഇതെന്റെ കൃഷ്ണനല്ലേ, ഇതെന്റെ മോനല്ലേ. അറിഞ്ഞിരുന്നു, ദൈവികത്വം അറിഞ്ഞിരുന്നു. പക്ഷേ തിരിച്ചറിവ് വേണ്ട വിധത്തിൽ കുന്തിദേവിക്ക് ആ സമയങ്ങളിൽ ഒന്നും പോയില്ല. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ കുന്തിദേവി പറഞ്ഞു, കുന്തിദേവി ഭാഗവത്തിലെ ഏറ്റവും വളരെ വളരെ നമ്മൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് കുന്തിസ്തുതി. കുന്തിദേവി കൃഷ്ണനോട് പറയുന്നത്, എനിക്ക് ആപത്ത് മാത്രം തന്നാൽ മതി. കാരണം ആപത്ത് വരുമ്പോഴാണ് എനിക്ക് കൃഷ്ണനെ കുറിച്ച് കൂടുതൽ ഓർക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആപത്തുകൾ മാത്രം തന്നാൽ മതി. എന്റെ കൃഷ്ണനെ മറക്കുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള സമ്പത്തും എനിക്ക് നൽകേണ്ട കാര്യമില്ല എനിക്ക്. അതുകൊണ്ട് കൃഷ്ണ ആപത്തുകൾ മാത്രം തന്നാൽ മതി. അപ്പോഴാണല്ലോ എനിക്ക് കൃഷ്ണനെ കൂടുതൽ കൂടുതൽ സ്തുതിക്കാനും കൂടുതൽ കൂടുതൽ ഓർക്കാനും സാധിക്കുന്നത് എന്ന് പറഞ്ഞ് കുന്തിദേവി ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ വിശദമായിട്ട് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് കുന്തിദേവി ശ്രീകൃഷ്ണൻ ഉടൻ തന്നെ കുന്തിദേവിയെ തന്റെ മായ സ്വരൂപം കൊണ്ട് വീണ്ടും തിരിച്ച് സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. തന്റെ ദൈവത്വം കുന്തിദേവി അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൗകിക ജീവിതത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള പരമസത്യം ശ്രീകൃഷ്ണൻ അറിയാവുന്നുണ്ട്. കുന്തിദേവി തിരിച്ചു കൊണ്ടുവന്നു. ധർമ്മപുത്രരുടെ അടുത്ത് രാജ്യഭാര്യം ഏറ്റെടുക്കാൻ പറഞ്ഞു. പക്ഷെ ധർമ്മപുത്രർക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട്. കാരണം കൗരവപ്പടയെല്ലാം കൊന്നു. ഇനിയിപ്പം രാജ്യഭാരമാണ് ചെയ്യേണ്ടത്. പക്ഷേ സാധിക്കുന്നില്ല. ആ ഒരു മനസ്സ് വരുന്നില്ല ധർമ്മപുത്രർക്ക്. ശ്രീകൃഷ്ണൻ വിചാരിച്ചു, ഈ അവസ്ഥയിൽ ഏറ്റവും നല്ല സ്ഥലം ധർമ്മപുത്രരെ കൊണ്ടുപോകാൻ കഴിയുന്നത് ഉത്തരായണത്തിൽ ശ്രീകൃഷ്ണ ദർശനത്തോടുകൂടി മരണം സ്വച്ഛന്ത മൃത്യു കാത്തു കിടക്കുന്ന ഭീഷ്മാചാര്യത്തേക്കാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരെ വിളിച്ചുകൊണ്ട്, എല്ലാവരെയും വിളിച്ചുകൊണ്ട്, ധർമ്മപുത്രരെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മാത്രമല്ല, എല്ലാ ഋഷീശ്വരന്മാരും, എല്ലാ മഹർഷിമാരും, ദേവന്മാരും എല്ലാവരും തന്നെ ആ ഒരു കാഴ്ചയ്ക്ക് സന്നിഹിതരായിരുന്നു. ഭീഷ്മരുടെ അടുത്തേക്ക് ധർമ്മപുത്രരെ വിളിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പോയി. ഭീഷ്മർ അവിടെ ശരശീലയിൽ കിടന്നുകൊണ്ട് ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ട് ശ്രീകൃഷ്ണന്റെ വിശ്വരൂപം ദർശിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന വിശ്വസ്തുതി നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. അതിൽ ഓരോരോ ശ്ലോകങ്ങൾ എടുത്താലും, ഓരോരോ ശ്ലോകങ്ങളുടെ അർത്ഥം നമ്മൾ നോക്കിയാലും ശ്രീകൃഷ്ണന്റെ ഓരോ ഭാവങ്ങൾ, ശ്രീകൃഷ്ണൻ യുദ്ധകളത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, ആയുധം എടുക്കില്ല, ആയുധം ഞാൻ എടുപ്പിക്കും കൃഷ്ണ എന്ന് ഭീഷ്മാചാര്യൻ പറഞ്ഞപ്പോൾ തന്റെ ഭക്തന്റെ ആവശ്യം, തന്റെ ഭക്തന്റെ ശമനം അത് നിലനിർത്താൻ വേണ്ടി സ്വയം ആയുധമെടുത്ത ശ്രീകൃഷ്ണനെ പുകഴ്ത്തിക്കൊണ്ട് വീണ്ടും ഭീഷ്മാചാര്യൻ ചെയ്ത സ്തുതി, ആ വിശ്വസ്തുതി ഓടുകൂടി ധർമ്മപുത്രർക്ക് നല്ല തരത്തിലുള്ള ബോധ്യമുണ്ടായി. ഇനി രാജ്യഭാരം ഏറ്റെടുക്കാനുള്ള സമയമായി. രാജ്യഭാരം ഏറ്റെടുക്കാം. ശ്രീകൃഷ്ണന്റെ ദർശനത്തോടുകൂടി ഭീഷ്മാചാര്യർ തന്റെ സ്വച്ഛന്ത മൃത്യു കൈവരിച്ചു. അത് കഴിഞ്ഞ് ധർമ്മപുത്രരെ രാജ്യഭാരം ഏൽപ്പിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഞാൻ കുറെ നാളായി ഇവിടെ യുദ്ധം അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാമായി ഞാൻ അത്തരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ദ്വാരകയിൽ പോകണം, വിട്ടില്ല. ആരാ വിടുക കൃഷ്ണനെ? നമ്മൾ വിടുവോ കയ്യിൽ കിട്ടിയ? അപ്പൊ അവരുടെ കൂടെ നടക്കുന്ന കൃഷ്ണനെ അവർ വിട്ടില്ല. പക്ഷെ കൃഷ്ണൻ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് തിരിച്ച് ദ്വാരകാപുരിയിൽ പോകണമല്ലോ. അങ്ങനെ കൃഷ്ണൻ മടക്കയാത്ര ആരംഭിച്ചു. അങ്ങനെ കൃഷ്ണന്റെ മടക്കയാത്ര വളരെ ദീർഘമായി തന്നെ ഭാഗവതത്തിൽ 5-6 അധ്യായങ്ങളിലെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലെത്തി. ഇവിടെ ഗർഭസ്ഥാവസ്ഥയിൽ
തന്റെ സുദർശന വലയത്തിനുള്ളിൽ, ഗർഭസ്ഥാവസ്ഥയ്ക്കുള്ളിൽ തന്നെ സുദർശന വലയത്തിൽ സുരക്ഷിതമായി അതാ വളർന്നു വന്ന ആ ശിശു ജനിക്കുകയുണ്ടായി. അങ്ങനെ പരീക്ഷത്ത് എന്ന് പറഞ്ഞ് നാമധേയം ചെയ്തു. നാമധേയം കർമ്മം വളരെ ഗംഭീരമായി തന്നെ നടന്നു. അപ്പോൾ തന്റെ കുഞ്ഞിന്റെ ജാതക കർമ്മം ചെയ്യിക്കാനായിട്ട് ധർമ്മപുത്രർ മഹർഷിമാരെയൊക്കെ വിളിച്ചു. അങ്ങനെ മഹർഷിമാരെല്ലാവരും വന്നു. പരീക്ഷിത് മഹാരാജാവിന്റെ ജാതകമെല്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താ വേണ്ടത്? ഇക്ഷ്വാകു രാജാവ് ഇക്ഷ്വാകുവിനെ പോലെ പ്രജാഭക്തി, പ്രജാസ്നേഹം, ശ്രീരാമദേവനെ പോലെ സത്യസന്ധത, മഹാവിഷ്ണുവിനെ പോലെ ആശ്രയിക്കാൻ യോഗ്യനായിട്ടുള്ള ഭാവം, അർജുനനെ പോലെ വില്ലാളി വീരൻ, ധർമ്മപുത്രനെ പോലെ ധർമ്മം സംരക്ഷിക്കുന്നവൻ. എന്താ വേണ്ടത്? ഇതൊന്നും പോരാ. ശ്രീകൃഷ്ണനോടുള്ള പരമമായ ഭക്തി ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. ഇത്രയൊക്കെ ജാതകഫലങ്ങൾ പറഞ്ഞുവെങ്കിലും അങ്ങനെ വളരെ നാൾ രാജ്യം ഭരിക്കും. ഹസ്തനപുരി വളരെയധികം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും, വളരെയധികം പുരോഗതിയിലേക്ക് കൊണ്ടുപോകും. ഈ നാടിന്റെ യശസ് പരീക്ഷത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടും എന്നെല്ലാം ജാതകഫലം ഉണ്ടായി. പക്ഷെ ഒടുവിൽ പറഞ്ഞു അദ്ദേഹത്തിന് അന്ത്യം അക്ഷര ദർശനം കൊണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല. ധർമ്മപുത്രർക്ക് കുറച്ച് വിഷമം മനോവിഷമം ഉണ്ടായി കേട്ടപ്പോൾ. ഇങ്ങനെ ഒരു അന്ത്യമാണല്ലോ ഈ ഒരു കുഞ്ഞിനുണ്ടാവുക, ഇത്രയും യശസ് ഉയർത്തി പിടിക്കാൻ പോകുന്ന കുഞ്ഞിന് ഇങ്ങനെ ഒരു അന്ത്യമാണല്ലോ. പക്ഷെ പേടിക്കണ്ട, ജീവൻ മുക്തി തന്നെ ഉണ്ടാവും, പരമാത്മാവിൽ ജയിക്കുക തന്നെ ചെയ്യും. അത്ര പുണ്യം ചെയ്തിട്ടുള്ള ഒരു ജന്മമാണ് പരീക്ഷിത് മഹാരാജാവിന്റെ എന്ന് പറഞ്ഞ് ജാതകകർമ്മമെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ധർമ്മപുത്രർക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ധൃതരാഷ്ട്രയുടെ അനിയനായ വിതുരർ പണ്ട് കൗരവ സഭയിൽ വെച്ച് ദുര്യോധനന്റെ ശകാരം ഒന്നും സഹിക്കവയ്യാതെ അന്ന് ഇറങ്ങിപ്പോയതാണ് ഹസ്തനപുരിയിൽ നിന്ന്. അങ്ങനെ വിതുരർ ഈ കുരുക്ഷേത്ര യുദ്ധത്തിനൊന്നും ഹസ്തനപുരിയിലില്ല. അദ്ദേഹം തന്റെ എല്ലാ വിധത്തിലുള്ള സഞ്ചാരങ്ങളെല്ലാം കഴിഞ്ഞ് ഹരിദ്വാറിൽ വെച്ച് മൈത്രേയ മഹർഷിയെ കാണാനിടയായി. അങ്ങനെ മൈത്രേയ മഹർഷിയുമായിട്ടുള്ള കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ഭാഗവതം കേൾക്കാൻ ഇടവരികയും ചെയ്തു. ശ്രദ്ധിക്കുക, അവിടെയും ഭാഗവതം കേൾക്കാനുള്ള ഒരു ഭാഗ്യം വിതുരർക്കുണ്ടായി മൈത്രേയ മഹർഷിയിൽ നിന്ന്. അങ്ങനെ ഭാഗവതം കേട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി ഇവിടെ ഈ ലോകത്ത് ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, എന്റെ കാര്യം പോട്ടെ. എന്റെ ഒരു ചേട്ടൻ ഇപ്പോഴും ഹസ്തനപുരിയിൽ ജീവിക്കാനാണ് വളരെ സന്തോഷത്തോടു കൂടി. ഇനി ഇത് മുന്നോട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്തനപുരിയിലേക്ക് ഉടൻ തന്നെ വിതുരർ പോയി. ധൃതരാഷ്ട്രരെ അവിടെ നിന്ന് ഈ ഒരു ലൗകിക ജീവിതത്തിൽ നിന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ അത് കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഹസ്തനപുരിയിലെത്തി ധൃതരാഷ്ട്രരെ കണ്ടു. ധൃതരാഷ്ട്രർക്ക് വളരെയധികം സന്തോഷമായി. വിതുരനെ ഒരുപാട് നാൾ കഴിഞ്ഞ് കാണുകയാണ്. വിതുരനോട് പറഞ്ഞു, വളരെ സന്തോഷം, എനിക്കിവിടെ വളരെ സുഖമാണ് വിതുരരെ, ഞാൻ വളരെ സന്തോഷവാനായി തന്നെയാണ് ഞാനിവിടെ ജീവിക്കുന്നത്. എനിക്ക് ഒരു കുഴപ്പവുമില്ല. എനിക്ക് എല്ലാ നേരവും ഭക്ഷണം നല്ല രീതിയിൽ തന്നെ പാണ്ഡവർ എനിക്ക് കൊണ്ട് തരുന്നുണ്ട്. എനിക്ക് ചോറ് വിട്ടു തരുന്നത് ആരാണ്? ഭീമസേനാണ്. വളരെയധികം സന്തുഷ്ടനാണ് വിതുരരെ ഞാൻ എന്ന് പറഞ്ഞു. വിതുരർ കേട്ടിട്ട് വിതുരർക്ക് ശരിയാണ് ഉണ്ടായിരുന്നു. കൊള്ളാം, നന്നായി. ഭീമസേനൻ ദുര്യോധനെ കൊന്ന് ആ രക്തം പുരണ്ട കൈകൊണ്ട് തന്നെ ഉരുട്ടിത്തരുന്ന ചോറ് 3 നേരം കഴിച്ച് സുഖിച്ച് തന്നെ ഇങ്ങനെ ജീവിക്കുക. വളരെ സന്തോഷം. ഇങ്ങനെ തന്നെ ജീവിച്ചോളൂ ചേട്ടൻ, ജ്യേഷ്ഠൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഒറ്റ നിമിഷം ധൃതരാഷ്ട്രർക്ക് മനസ്സിലായി, പെട്ടു, ഞാൻ എന്താ ഈ ചെയ്തത്? ശരിയാണല്ലോ. വൈരാഗ്യം, ഇതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. വൈരാഗ്യത്തോടുകൂടി, വൈരാഗ്യം, നമ്മുടെ അറ്റാച്ച്മെന്റ്സിൽ നിന്ന് ഡിറ്റാച്ച് ആവുക. ഒറ്റ നിമിഷത്തിൽ ഡിറ്റാച്ച് ആയി ധൃതരാഷ്ട്രർ പറഞ്ഞു, കാരണം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ശരിയാണ്. അങ്ങനെ ധൃതരാഷ്ട്രർ വിതുരരുടെ കൂടെ അവിടെ നിന്ന് ഇറങ്ങി. കൂടെ ഗാന്ധാരി. ഇത്രയും നല്ല ഉദാഹരണങ്ങൾ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. ധൃതരാഷ്ട്രം ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുത്തു, വെച്ച് തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല. അതേ സ്റ്റെപ്പിൽ തന്നെ ഗാന്ധാരിയും അതേ രീതിയിൽ. ഗാന്ധാരിയുണ്ട്, ഞാനുണ്ട് കൂടെ. അങ്ങനെ രണ്ടുപേരും ഹിമാലയത്തിലേക്ക് വിതുരരുടെ കൂടെ യാത്രയായി. അങ്ങനെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ധർമ്മപുത്രർക്ക് വിവരം കിട്ടി,
ഇവരെ കാണുന്നില്ല. ധർമ്മപുത്രൻ നോക്കുമ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ തന്നെ ഇവരെ കാണുന്നില്ല. വളരെയധികം വിഷമത്തിലായി. ഇനി ഞാൻ നല്ല രീതിയിൽ നോക്കാത്തതുകൊണ്ടാണോ വെല്ലച്ചൻ ഇറങ്ങിപ്പോയത്? അത് വളരെ വളരെ വിഷമത്തോടു കൂടി തന്നെ ധർമ്മപുത്രൻ ഇരുന്നപ്പോൾ നാരദ മഹർഷി അങ്ങനെ ഹസ്തനെ പോയി സന്ദർശിക്കുകയുണ്ടായി. നാരദ മഹർഷി പറഞ്ഞു, എന്തിനാ ധർമ്മപുത്രരെ ഇനിയെങ്കിലും ഇതൊക്കെ വിടുക, അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ ഹിമാലയത്തിൽ സന്യസിക്കാൻ പോയതാണ്. ഈ ദേഹം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നാൾ ഈ ദേഹം ഉപയോഗിച്ച് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു, എപ്പോഴെങ്കിലും പോകണ്ടേ. അവർക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, അവർ സന്യാസത്തിന് പോയതാണ്. അതുപോലെ തന്നെ അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവർക്ക് ഒരു വനത്തിലുണ്ടായ ഒരു അഗ്നിബാധയിൽ അവർ അവരുടെ ദേഹത്യാഗം ചെയ്ത് അവർ ജീവൻ മുക്തി അവർക്ക് ലഭിക്കുകയുണ്ടായി. അവർക്ക് സമാധാനമായിട്ടിരിക്കൂ എന്ന് പറയുകയും ധർമ്മപുത്രർക്ക് വളരെ സന്തോഷമാവുകയും ചെയ്തു. അങ്ങനെ ഇവര് ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി മോക്ഷം കൊടുത്തു. തിരിച്ച് ധർമ്മപുത്രർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കുറച്ചു നാളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 6-7 മാസമായി അർജുനൻ ദ്വാരകയിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. 6-7 മാസമായിട്ട് അധികം തരത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം കാർമേഘങ്ങളൊക്കെ ഇടുന്നു. കട്ടികൾ ഒരിടുന്നു, പുരുഷന്മാർ രാത്രി ഒരിടുന്നു. അല്ലാത്തൊരു ഒരുപാട് ദുർനിമിത്തങ്ങൾ ധർമ്മപുത്രർ കാണുന്നു. അപ്പൊ ധർമ്മപുത്രർക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമം. എന്തോ ഒരു ദുർനിമിത്തം സംഭവിച്ചിരിക്കുന്നു, എന്തോ സംഭവിച്ചിട്ടുണ്ട് ഭീമസേന. ഇങ്ങനെ ഒന്നും വരാനിടയില്ല. അർജുനനെയും കാണുന്നില്ലല്ലോ. 7-8 മാസമായല്ലോ അർജുനൻ പോയിട്ട്. എവിടെ അർജുനൻ? എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇനി എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ അറിയാതെ? അങ്ങനെ ഭീമസേനയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരാൾ നടന്നു വരുന്നത് കാണുമ്പോൾ വളരെ ക്ഷീണിതനായിട്ടുള്ളവരാണ്. തന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അത് എടുത്ത് പിടിച്ചിരിക്കുകയല്ല, അത് വലിച്ചിഴച്ചുകൊണ്ടാണ് വരുന്നത്. അടുത്ത് വന്നപ്പോൾ ധർമ്മപുത്രൻ ഞെട്ടിപ്പോയി. അർജുനനാണ്. തന്റെ ഗാന്ധീവം എടുത്തു പൊക്കാൻ പോലും ശേഷിയില്ലാതെ നിലത്തുകൂടി വലിച്ചിഴച്ച് കരഞ്ഞ് വളരെ അവശനായി അതാ അർജുനൻ ധർമ്മപുത്രന്റെ മുന്നിൽ വന്നു നിന്ന് കരയുകയാണ്. ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല. അർജുന പറയൂ, എന്ത് പറ്റി അർജുന? അർജുനൻ ഒരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല. ജ്യേഷ്ഠ, ശ്രീകൃഷ്ണൻ നമ്മളെ വഞ്ചിച്ചു. ശ്രീകൃഷ്ണൻ നമ്മളെ വിട്ട് പോയിരിക്കുന്നു. നമുക്ക് തന്ന എല്ലാ വിധത്തിലുള്ള സത്യങ്ങളും ശ്രീകൃഷ്ണൻ നമ്മളെ സംരക്ഷിച്ചോളാൻ പറഞ്ഞെങ്കിലും ശ്രീകൃഷ്ണൻ നമ്മളെ വിട്ട് പോയിരിക്കുന്നു. നമ്മളെ കൂടെ നിൽക്കുന്നില്ല ശ്രീകൃഷ്ണൻ. എനിക്ക് എന്റെ ഗാന്ധീവം എടുത്ത് ഉയർത്താൻ പോലും സാധിക്കുന്നില്ല. കാണ്ടാവാലും ദഹിപ്പിച്ച് ഞാൻ എന്റെ ശക്തിയാണെന്ന് കരുതി എന്റെ ശക്തി അല്ലായിരുന്നു, അത് ശ്രീകൃഷ്ണന്റെ ശക്തിയായിരുന്നു. ആ ശക്തിയോട് കൂടിയാണ് ഞാൻ എന്റെ ഗാന്ധീവം എടുത്ത് കുറിച്ച് പിടിച്ചിരുന്നത്. എന്റെ ശക്തി എല്ലാം പോയി ശേഷം ശ്രീകൃഷ്ണൻ പോയി. ഇത് കേട്ട് കുന്തിദേവി ഉടൻ തന്നെ അപ്പം തന്നെ ജീവൻ വെടിഞ്ഞു. ആ ദേഹം വിട്ട് കുന്തിദേവിയുടെ ജീവൻ ശ്രീകൃഷ്ണ പാദത്തിൽ ഉടൻ തന്നെ കഴിച്ചു. ശ്രീകൃഷ്ണനില്ലാത്ത ലോകത്ത് കുന്തിദേവിക്ക് പിന്നെ ഒരു ജീവിതവുമില്ല. ധർമ്മപുത്രർ പറഞ്ഞു, ഇനി നമുക്ക് ഈ രാജ്യഭാരവുമായിട്ട് മുന്നോട്ട് പോയി ഒരു കാര്യവുമില്ല. കാരണം മഹാപ്രസ്ഥാനത്തിനുള്ള സമയമായി വരിക, ഹിമാലയത്തിലേക്ക് പോവാം, മഹാപ്രസ്ഥാനത്തിനുള്ള സമയമായി എന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ അനുജന്മാരെയും വിളിച്ച് ശ്രീകൃഷ്ണൻ സമാധി കഴിഞ്ഞുള്ള ആ ഒരു വാർത്തയറിഞ്ഞ് എല്ലാ അനുജന്മാരെയും വിളിച്ച് ധർമ്മപുത്രർ തൻ്റെ കൊച്ചുമകനായ പരീക്ഷത്തിനെ രാജ്യഭാരം ഏൽപ്പിച്ച് മഹാപ്രസ്ഥാനത്തിൽ പോയി അവൻ ജീവൻ മുക്തി നേടുകയാണ് ഉണ്ടായത്. അങ്ങനെ പരീക്ഷത്ത് മഹാരാജാവ് ഹസ്തിനപുരിയുടെ രാജ്യഭാരം ഏറ്റെടുത്തു. ഹസ്തിനപുരിയുടെ രാജ്യഭാരം ഏറ്റെടുക്കുക വളരെ 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 പ്രഗത്ഭരായിട്ടുള്ള രാജാക്കന്മാർ ഭരിച്ചിട്ടുള്ള ഹസ്തിനപുരിയാണ്. പരീക്ഷത്ത് മഹാരാജാവ് ആ രാജ്യഭാരം ഏറ്റെടുത്ത് ഏതാണ്ട് 36 വർഷം മുതൽ 36 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഭരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വളരെ ഹസ്തിനപുരിയുടെ യശസ് വാനോളം ഉയർത്തി പരീക്ഷത്ത് മഹാരാജാവ്. അങ്ങനെ ഇരിക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ പരീക്ഷത്ത് മഹാരാജാവ് സരസ്വതി നദിയുടെ തീരത്ത് വെച്ച് 3 കാലുകൾ നഷ്ടപ്പെട്ട ഒറ്റ കാലിൽ നിൽക്കുന്ന ഒരു കാള വളരെ അവശ നിലയിലുള്ള ഒരു പശുവുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദൃശ്യം കാണുവാനുള്ള
ഇടയുണ്ടായി. അപ്പോൾ അവർ തമ്മിലുള്ള സംസാരം പരിശുദ്ധമായ കേട്ടു നോക്കിയപ്പോൾ കാള പശുവിനോട് പറയും, പശു കാളയോട് ചോദിക്കുന്നു, വളരെ അവശസ്ഥിതിയിലാണല്ലോ താങ്കൾ. അപ്പോൾ കാള തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളും വളരെ അവശസ്ഥിതിയിലാണല്ലോ. ഈ ഭൂമിയിൽ ഇനി കലികളുടെ ദുഷ്ടന്മാരുടെ രാജ്യഭരണം വരുമോ എന്നുള്ള ആശങ്കയിലാണോ നിങ്ങൾ എന്നുള്ള സംസാരം കേട്ട് പരിശുദ്ധമായ ഉടൻ തന്നെ മനസ്സിലായി ആ കാള എന്ന് പറയുന്നത് ധർമ്മദേവനാണ്. അതുപോലെ പശു വിഷമാവസ്ഥയിൽ നിൽക്കുന്ന പശു ഭൂമിദേവിയാണെന്ന് മനസ്സിലായി. സത്യം, ധർമ്മം, ദയ, ദാനം എന്നിങ്ങനെ 4 കാലുകൾ നഷ്ടപ്പെട്ട് 4 കാലുകൾ നഷ്ടപ്പെട്ട് 4ാമത്തെ കാലിൽ നിൽക്കുന്ന കാളയുടെ 4ാമത്തെ കാലും തല്ലി കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയെയും കണ്ടു അവിടെ. ഒറ്റക്കാലിൽ നിൽക്കുന്ന കാളയുടെ 4ാമത്തെ കാലും ആ ഒറ്റക്കാലും അടിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, അടിച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. അപ്പൊ മനസ്സിലായി, ഇത് ധർമ്മദേവന്റെ 4 ധർമ്മങ്ങൾ: സത്യം, ദയ, ധർമ്മം, ദാനം. അതിൽ 3 തീർന്നു. 4ാമത്തെയും കൂടി ഇനി അധികം സമയമില്ലാതെ തന്നെ തീർന്നു. ഇത് രക്ഷപ്പെടുപ്പിച്ചുകൂടാന്ന് പറഞ്ഞ് തന്റെ വാള് ഉടൻ തന്നെ ഊരിയെടുത്ത് ചാടി വീണു കൊല്ലാനായിട്ട്. മനസ്സിലായി, ഇത് കലിയാണ്. കലിയെ ഇപ്പൊ നിഗ്രഹിച്ചില്ലെങ്കിൽ ആ 4ാമത്തെ കാലും കൂടി തല്ലി ഒടിക്കും. കലി വളരെ തന്ത്രജ്ഞനാണ്. ഉടൻ തന്നെ വന്ന് വീണു പരിശുദ്ധ മഹാരാജാവിന്റെ കാലിൽ. യാചിച്ചു, രക്ഷ ചോദിച്ചു, ആശ്രയം ചോദിച്ചു. ക്ഷമിക്കൂ, എനിക്ക് ഒരബദ്ധം പറ്റി, ഇനി ഞാനൊരു തെറ്റൊന്നും ചെയ്യില്ല, എന്നെ കാത്തുരക്ഷിക്കൂ. ആശ്രിത വത്സരനാണ് പരിശുദ്ധ മഹാരാജാവ്. തന്റെ കാൽക്കൽ വീണ ആൾക്ക് കൊല്ലുക എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ പരിശുദ്ധ മഹാരാജാവ് പറഞ്ഞു, ശരി, ഞാൻ നിന്നെ കൊല്ലുന്നില്ല, പക്ഷെ നിനക്ക് 4 സ്ഥലങ്ങൾ ഞാൻ പറയാം. ആ 4 സ്ഥലങ്ങളിൽ നീ ഒതുങ്ങി കൂടിക്കോണം. ചൂതുകൾ, മദ്യപാനം, വേശ്യാവൃത്തി, 4 ജന്തുഹിംസ. ഈ 4 സ്ഥലങ്ങളിൽ നീ ഒതുങ്ങി കൂടിക്കോളണം. ഈ 4 സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും നീ വരുവാൻ പാടില്ല. അപ്പൊ ഈ 4 സ്ഥലങ്ങളിൽ നിനക്ക് സ്വൈര്യമായി ഗ്രഹിക്കാം. എവിടെ ചൂതുകൾ നടക്കുന്നോ അവിടെ കലിക്ക് സ്വൈര്യമായി ഗ്രഹിക്കാം, ഒരു കുഴപ്പവുമില്ല. എവിടെ മദ്യപാനം നടക്കുന്നോ അവിടെ കലിക്ക് ഗ്രഹിക്കാം, എന്തും ചെയ്യാം. ജന്തുഹിംസ എവിടെ നടക്കുന്നു അവിടെയും കലിക്ക് ഗ്രഹിക്കാം, എന്തും ചെയ്യാം. അപ്പൊ ഇങ്ങനെ 4 സ്ഥലങ്ങൾ കലിക്ക് കൽപ്പിച്ചു നൽകി പരിശുദ്ധ മഹാരാജാവ്. കലി അവിടെയും സമർത്ഥനാണ്. വീണ്ടും വീണു കാൽക്കൽ. ഒരു സ്ഥലം കൂടി എനിക്ക് തരൂ. സ്വർണത്തിൽ കൂടി എനിക്ക് വിജയിക്കാനുള്ള അവസരം തരൂ. നൽകി പരിശുദ്ധ മഹാരാജാവ് ആ ഒരു സ്ഥലം കൂടി നൽകി. അങ്ങനെ 5 സ്ഥലങ്ങളിൽ ഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യം കലിക്ക് നൽകി പരിശുദ്ധ മഹാരാജാവ് അവിടുന്ന് പോയി. അങ്ങനെ കലി ഈ 5 സ്ഥലങ്ങളിലും ഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്ന പാഠം ഇതാണ്. കലി നമ്മളെ തേടി വന്നില്ലെങ്കിൽ നമ്മൾ കലിയെ തേടി പോകാതിരിക്കുക. അത്രയും നമുക്ക് ചെയ്യാൻ സാധിക്കും, ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഈ വെറുതെ വിട്ട കലിയെ ഈ പരിശുദ്ധ മഹാരാജാവിനും എടുത്ത ദേഹം വിട്ടു പോവുകയേ നിവർത്തിയുള്ളൂ. അതിനൊരു വഴി വേണം. ഈ കലി ഒരിക്കൽ പിടിക്കുകയുണ്ടായി പരിശുദ്ധ മഹാരാജാവിന്. പരിശുദ്ധ മഹാരാജാവ് ഒരിക്കൽ തന്റെ വേട്ടയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു മുനിയുടെ ഒരു ആശ്രമത്തിൽ വന്ന് കുറച്ച് ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ശമീകമുനിയുടെ ആശ്രമമായിരുന്നു അത്. അവിടെ വന്ന് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോൾ ശമീകമുനി ധ്യാനനിരതനായിരിക്കുകയാണ്. ധ്യാനനിരതനായിരിക്കുന്ന ശമീകമുനി രാജാവിനെ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. രാജാവിന് പരിശുദ്ധ മഹാരാജാവിന് ചെറിയൊരു വിഷമമുണ്ടായി അവിടെ. ഉടൻ തന്നെ തൊട്ടടുത്ത് കിടന്ന ഒരു ചത്ത് കിടന്ന പാമ്പിനെ തന്റെ വില്ലുകൊണ്ട് പൊക്കിയെടുത്ത് മുനിയുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് ഇട്ടു. ചുമ്മാ വെറുതെ ഒരു കാര്യവുമില്ലായിരുന്നു, ഇട്ടു, പോയി. പക്ഷെ പരിശുദ്ധ മഹാരാജാവാണ്. തിരിച്ചു പോയപ്പോൾ തൊട്ട് പരിശുദ്ധ മഹാരാജാവിന് മനസ്സിനൊരു സുഖമില്ല. വേണ്ടിയിരുന്നില്ല. എന്തിനാണ് അത് ചെയ്തത്? ഒഴിവാക്കാമായിരുന്നു, പക്ഷെ ചെയ്തു പോയില്ലേ. ഇത് കണ്ട് ശമീകമുനിയുടെ മകൻ ശൃംഗി ബാലനാണ്.
മുനികുമാരനാണ്. ശൃംഗി ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശൃംഗി തൊട്ടടുത്ത് ശൃംഗിയുടെ കൂട്ടുകാർ വന്ന് പറഞ്ഞു, ദാ രാജാവ്, ഒരു രാജാവിന്റെ വേഷത്തിൽ വന്ന ഒരാള് നിന്റെ അച്ഛൻ ധ്യാനനിരതനായിരിക്കുമ്പോൾ നിന്റെ അച്ഛന്റെ കഴുത്തിൽ ദാ ഒരു ചത്ത പാമ്പിനെ കൊണ്ടിട്ടിട്ട് പോയിട്ടുണ്ട്, നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക. ശരി. ശൃംഗി ഇത് കേട്ടു, വിഷമം. തന്റെ അച്ഛനെ അപമാനിക്കുകയും കൊടുത്തു, വെള്ളം എടുത്തു, കൊടുത്തു, ഒരു ശാപം അപ്പം തന്നെ ഉടൻ തന്നെ കൊടുത്തു. ആരാണോ ഇങ്ങനെ ചെയ്തത്, ഇന്നേക്ക് 7-ാം ദിവസം സർപ്പദർശനത്താൽ വധിക്കപ്പെടും, അക്ഷയന്റെ ദർശനത്താൽ വധിക്കപ്പെടും എന്നുള്ള ശാപം കൊടുത്തു ശൃംഗി. ധ്യാനം കഴിഞ്ഞ് ശമയമുനി എണീറ്റപ്പോൾ ഉണർന്നപ്പോൾ ഈ കഥയെല്ലാം മനസ്സിലാക്കി. ആകെ വിഷമമായി. രാജാവാണ് വന്നത്, തന്റെ ഭാഗത്തും തെറ്റുണ്ട്. താൻ രാജാവ് വരുമ്പോൾ താൻ രാജാവിനെ ആനയിച്ചിരുത്തി വെള്ളം തുടങ്ങി എല്ലാ സാമഗ്രികളും കൊടുക്കേണ്ട താൻ ജ്ഞാനനിരതനായി പോയി. അതിന് ഇത്ര കണ്ടുള്ള ശാപം കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. മോനോടും വളരെ വിഷമം തോന്നി. എന്നാലും എന്ത് ചെയ്യാനാണ്, ബാലനാണ്. ഉടൻ തന്നെ തന്റെ ആശ്രമത്തിലുള്ള ആളുകളെ രാജാവിന്റെ അടുക്കിലേക്ക്, പരീക്ഷിത് മഹാരാജാവിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. വിവരങ്ങളെല്ലാം ധരിപ്പിക്കാൻ പറഞ്ഞയച്ചു. രാജാവും വളരെ അസ്വസ്ഥനായി. പരീക്ഷിത് മഹാരാജാവ് അത് ചെയ്ത അപ്പോൾ തൊട്ട് തിരിച്ചു കൊട്ടാരത്തിൽ എത്തിയപ്പോൾ വരെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. വേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള അസ്വസ്ഥതയിൽ ഇരിക്കുമ്പോൾ ആണ് ആശ്രമത്തിൽ നിന്ന് ഈ ആളുകൾ വന്ന് വിവരം പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇന്നേക്ക് 7-ാം ദിവസം സർപ്പദംശനത്താൽ വധിക്കപ്പെടും രാജാവ്. ശൃംഗി ഇങ്ങനെ ഒരു ശാപം നടത്തിയിട്ടുണ്ട്. പരീക്ഷിത് മഹാരാജാവ് ഒരു നിമിഷം ആലോചിച്ചു. ശാപം കിട്ടി, ഈ 7 ദിവസമേ നമുക്കുള്ളൂ. നമുക്കും ഇതേപോലെ ഒരു ശാപമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അറിയാണ് നമുക്ക് 7 ദിവസമേ നമുക്ക് ഇനി ബാക്കിയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. എന്തായിരിക്കും ചെയ്യുക? ബാങ്ക് ലോൺ, കാർ, ഓവർസീസ് ടൂർ, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ, എന്റെ ഭാര്യ, എന്റെ കുട്ടികൾ, ഞാൻ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ എനിക്കുണ്ട്, അതെല്ലാം എനിക്ക് തീർക്കണം. പരീക്ഷിത് മഹാരാജാവ് പക്ഷെ ഇതൊന്നും ചിന്തിച്ചില്ല. വിധിയെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. വിധിയെ സ്വീകരിച്ച് അദ്ദേഹം ഉടൻ തന്നെ ഗംഗാ നദിയിലേക്ക് തന്റെ രാജ്യത്തിലുള്ള മഹർഷിമാരെയും തന്റെ രാജസദസ്സിലുള്ള രാജഗുരുക്കന്മാരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഗംഗാ നദിയുടെ തീരത്തിലേക്ക് വന്നു. എല്ലാ മഹർഷിമാരോടുമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഈ 7 ദിവസമേ എനിക്കുള്ളൂ. ഈ 7 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്റെ ജീവൻ മുക്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഭഗവത് കഥാമൃതം ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് ജീവിതം അവസാനിപ്പിക്കാനുള്ള ഈ പരമമായിട്ടുള്ള സത്യം എനിക്ക് എന്നെ മനസ്സിലാക്കി എന്റെ ഈ ജീവൻ ഏറ്റവും നല്ല രീതിയിൽ വെടിയാനുള്ള ഒരു അവസ്ഥ എനിക്ക് പറഞ്ഞു തരിക, എനിക്ക് ഉപദേശിച്ചു തരിക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അവസ്ഥയിൽ ആ മഹർഷിമാരുടെ ഇടയിൽ നിന്ന് വളരെ തേജസ്വിയായ ഒരു കുമാരൻ, ശ്രീശുക ബ്രഹ്മർഷിയാണ്, നടന്നു വന്നു, മുന്നോട്ട് നടന്നു വന്നു. പറഞ്ഞു, രാജാവേ, ഞാൻ എനിക്ക് വേണ്ടത് പറഞ്ഞു തരാം, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. വളരെ വളരെ സന്തുഷ്ടനായി രാജാവ്. ആ കുമാരനെ കണ്ടപ്പോൾ തന്നെ രാജാവിന്റെ ഉള്ളിൽ മനസ്സിലായി, ഈ ബുദ്ധി വിചാരിച്ചാൽ എനിക്ക് ജീവൻ മുക്തി നേടിത്തരാൻ സാധിക്കും. രാജാവിന് ബോധ്യമായി. ഉടൻ തന്നെ ശ്രീശുക ബ്രഹ്മർഷിയെ മുമ്പിൽ തന്റെ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യിച്ച് മുന്നിലേക്ക് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയുടെ മുന്നിൽ ആസനസ്ഥനായി എന്ന് പറഞ്ഞു, എനിക്ക് ഇനി 7 ദിവസങ്ങളേ ഉള്ളൂ. ഈ 7 ദിവസങ്ങളിൽ നിന്നുകൊണ്ട് എനിക്ക് എന്റെ ജീവൻ മുക്തി ലഭിക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് ഉപദേശിച്ച് തന്നാലും എനിക്ക് മൃത്യു ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മൃത്യുവിനെ ജയിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാതിരിക്കുക എന്നുള്ളതല്ല, പക്ഷേ മരണത്തിൽ നിന്ന് ജീവന് മുക്തി നേടാനുള്ള വഴികൾ എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് പരീക്ഷിത് മഹാരാജാവ് ആ ശ്രീശുക ബ്രഹ്മർഷിയുടെ മുന്നിൽ ആസനസ്ഥനായി കാലുകൾ തൊട്ട് നമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അനുഗ്രഹിക്കണമേ, എന്നെ ഉപദേശിച്ചാലും. അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി ഈ ഒരു സാഹചര്യത്തിൽ പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം എന്ന
മഹാകഥാമൃതം. ശ്രീകൃഷ്ണ പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന് വേദവ്യാസൻ തന്നെ ഭാഗവതത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ കാണുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഭാഗവതം. അങ്ങനെ ആ ശ്രീമദ് ഭാഗവതം 7 ദിവസങ്ങൾ അടങ്ങിയ സപ്താഹമായിട്ട് ശ്രീശുക ബ്രഹ്മർഷി ഇതാ പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ഇന്ന് തുടങ്ങി ഇനിയുള്ള 7 ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ വെച്ച് കാണാൻ പോകുന്നത്. പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുക ബ്രഹ്മർഷിയുടെ നിന്ന് കിട്ടിയ 7 ദിവസത്തിലെ ആ അമൃത്, ഭാഗവതമാവുന്ന ആ അമൃത് നമുക്കും അതേപോലെ തന്നെ സ്വാമിയുടെ അനുഗ്രഹത്താൽ, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എങ്ങനെയാണോ പരീക്ഷിത് മഹാരാജാവിന് ജീവൻ മുക്തി ലഭിച്ചത്, അങ്ങനെ നമുക്കും ഈ സംസാര സാഗരത്തിൽ നിന്ന് മുക്തി നേടി നമുക്കും ഈ ജീവിതത്തിൽ മോക്ഷം നേടാനുള്ള ഒരു അവസരം സ്വാമി നമുക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് നമുക്ക് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് ഈ 7 ദിവസം, ഈ സപ്താഹം നമ്മുടെ ജീവന് മുക്തി തരാനുള്ള ഒരു ഉപാധിയായി കണ്ടുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇങ്ങനൊരു വേദി എൻ്റെതായിട്ടുള്ള അറിയാവുന്ന വാക്കുകളിൽ കൂടി ഭാഗവതത്തെ പറ്റി ഏതാനും വാക്കുകൾ പറയാനുള്ള ഒരു വേദി ഒരുക്കി തന്ന ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു. അതേപോലെ തന്നെ വ്യക്തിപരമായി അച്ഛൻ ആചാര്യനായിരിക്കുന്ന ഈ ഒരു വേദി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഭാഗവത വേദിയിൽ പ്രഭാഷണ രൂപേണയോ പാരായണ രൂപേണയോ ഏത് വിധത്തിലായാലും ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുന്നത്. അത് അച്ഛൻ ആചാര്യനായിരിക്കുന്ന വേദിയിൽ തന്നെ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളത് സ്വാമിയുടെ വലിയൊരു അനുഗ്രഹമായി തന്നെ ഞാൻ കാണുന്നു. ഈ ഒരു കാര്യം മുകളിൽ അമ്മുകയും അമ്മുകയുടെ അനുഗ്രഹവും എനിക്ക് ഉറപ്പാണ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ഒരിക്കലും സാധിക്കില്ല. സ്വാമിയുടെ കാലത്തിൽ 100 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ സ്വാമി ശരണം.